ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ജ്യൂസാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അതായത് മുഖം തുടുക്കാനും ശരീരം വണ്ണം വെക്കാനും സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിന് മുന്നേ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. കാരണം അവർക്കിത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കുടിക്കുക. കാരണം ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് അതിനെക്കുറിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 25ഓളം ബദം പുതിർത്ത് തൊലി കളഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും തൊലി കളഞ്ഞ് ഞാൻ വെള്ളത്തിൽ പുതിർത്ത് എടുത്തതാണത്. പിന്നെ വേണ്ടത് ഒരു 15 മുതൽ 20 വരെ അണ്ടിപ്പരിപ്പാണ് വേണ്ടത്. അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഷുഗറിൻ്റെ അസുഖമെല്ലാം ഉള്ളവർക്ക് ഇത് എത്രത്തോളം നന്നാവും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂണോളം ഹോർലിക്സിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് ശരിക്കും ഓപ്ഷണലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതായത് തടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലെന്ന് പറയുന്നത് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിൻ്റെ 1 കപ്പാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല തടി വെക്കാൻ സഹായിക്കുന്നതാണ്. ബദം, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഈത്തപ്പഴം, അതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഈത്തപ്പഴം രക്തം വെക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നല്ലോണം മെലിഞ്ഞിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 2 നേരം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുടിക്കാൻ പറ്റും. യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് ഷുഗർ പേഷ്യൻസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വണ്ണയില്ലാത്ത കുട്ടികൾക്കെല്ലാം ഇത് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം 5 ഈത്തപ്പഴം കഴിച്ചത് കൊണ്ടൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട ടൈമിൽ കുറേ പേര് ചോദിച്ചു ഈത്തപ്പഴം ദിവസം കഴിക്കുന്നത് പ്രശ്നമല്ലേ എന്ന്. ഒരു ദിവസം 3-4 ഈത്തപ്പഴം കഴിച്ചാലൊന്നും വലിയ പ്രോബ്ലം ഒന്നും വരാനില്ല. പക്ഷേ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അതെല്ലാം പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തെടുത്ത് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നല്ല കമൻസും കിട്ടാറുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.